അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോണത് നമ്മൾ ഇന്നലെ നിർത്തിയിട്ട വണ്ടി എടുക്കാനാണ്. നമ്മളവിടെ ആൾട്ടാക്കിയ വണ്ടി എടുക്കാൻ പോവാണ്. രാത്രി 11 മണിയായി. നമ്മളൊരു വണ്ടി അരീക്കോടുന്ന് മടവൂർക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ പോയിട്ട് അങ്ങോട്ട് കൊണ്ടുവരാറ്. ഈ വണ്ടി അങ്ങോട്ട് ആ സൈറ്റിക്ക് നമ്മൾ ഇന്നലെ നിർത്തിയിട്ട വണ്ടിയാണ്. ഇന്നലെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇതെടുത്ത് നേരെ സാധനം കയറ്റാൻ അങ്ങോട്ട് തന്നെ പോകണം. ചില്ലൊന്നും പൊന്തിച്ചില്ല. അതിൽ സാധനമൊക്കെ ഉണ്ടാവും. ചാളിയാ ചായ ഒന്നും അടുത്തുണ്ട്. ചില്ല് പൊന്തിച്ചില്ലല്ലോ. ആ ബാഗൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. എന്താണാവോ ചാവിട കോണേ. നമ്മളെ തുണി ഇവിടെ ഉണ്ട്. ഇവിടെ ചില്ലും തുറക്കാൻ ഈ ഭാഗം മാത്രം. സ്റ്റാർട്ടാക്കി നോക്കാം. ഡീസൽ അടിക്കണം. ഓക്കെ. ഡോറടിച്ചില്ല. ഡോറടിച്ചില്ലേ? ഇതിൽ ചെക്കന്മാർ കടന്നുറങ്ങിയിട്ടുണ്ടാവും. പോലെ മറന്നു പോയേക്കാരം. വണ്ടി ലോഡ് കയറ്റാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വണ്ടി ഇവിടെ ഉണ്ട്, ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് നേരെ കുറ്റ്യാടിക്ക് പോകണം. ഇവിടെ സാധനം കയറ്റി നേരെ കുറ്റ്യാടിക്ക്, ഇത് നേരെ അരിക്ക് കൊടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ചെക്കന്മാർ വരാണ്ട് അയച്ചാൻ വലത്തുക. സമയം ഏതാ 1 മണിയായി. സാധനം ഇവിടെ ഇങ്ങനെ വരുന്നോണ്ട് പോകുന്നു. അങ്ങനെ ഇപ്പം നോക്കി 4 മണിയായി പൊലച്ചക്ക് സാധനം കയറ്റി കഴിഞ്ഞ് കെട്ടിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് മഴയല്ലേ ഇനി നാട്ടിലേക്ക് വരെ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പാറ്റെങ്കിലും വല്ല മഴയുടെ കിട്ടിയില്ല. അപ്പോൾ ദാർപ്പായ ഇടാതെ നമ്മൾ കഴിച്ചിലായി. അല്ലെങ്കിൽ ദാർപ്പായ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടിയും കെട്ടി ഇതിപ്പോൾ പൊലച്ചായി അവിടെ നിന്ന് പോരുമ്പോൾ 4 മണിയായി അവിടെ നിന്ന് പോരുമ്പോൾ ഇതിഞ്ഞ് ഇവിടെ എത്തി നാട്ടിലെത്തി ഇറക്കും വേണം. വരെ ഉറങ്ങാതെ നിൽക്കുകയാണ് 4 മണി വരെ. കാരണം ഉറങ്ങാന്ന് വെച്ചാൽ കളി ഉണ്ടായിരുന്നു, വേൾഡ് കപ്പ് ഉണ്ടായിന്. അതിങ്ങനെ കണ്ടു തുറന്ന് ഇങ്ങനെ സമയം പോയപ്പം ഓല് കയറ്റി കഴിഞ്ഞപ്പോൾ 4 മണിയായി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ ഇന്ന് പോണത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലല്ലോ. നമ്മൾ നേരെ കുന്നമംഗലം വഴി അയിക്കൂടെയാണ് പോരുന്നത്. നേരെ മുക്കത്തേക്ക് ചാടിയാട്ട് NITൻ്റെ മുന്നേ കൂടെ ഒക്കെ ഇങ്ങനെ പോരാണ്. അപ്പോൾ മറ്റേ കൂടെ കൊടുവള്ളി കൂടെ എന്താ വെച്ചാൽ നല്ല ബ്ലോക്കാണ്. ഈ നേരത്തെ ബ്ലോക്ക് ഉണ്ടാവില്ല, പക്ഷേ ഈ റോഡാണ് സുഖം ഒന്നുകൂടി. നമുക്ക് നേരെ ഡയറക്റ്റ് മുക്കത്തേക്ക് ചാടാം. കുന്നമംഗലത്താണ് തിരിഞ്ഞാൽ നല്ല വീതിയുള്ള നല്ല റോഡാണ്, പണികളൊന്നുമില്ല. നേരെ മുക്കങ്ങാടിക്കാട് ചാടിയാൽ പിന്നെ അവിടുന്ന് അഴീക്കോടുക്ക് സുഖം വെച്ച് അങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ അതിലങ്ങനെ പോരാണ് നമ്മൾ. ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു 11 മണിക്ക് പോയി ഒരു 11:45 ആയപ്പോഴത്തേനും മടവൂർ സൈറ്റിലെത്തിയാണ്. പക്ഷെ അവിടുന്ന് ടേബിളും കാര്യങ്ങളും മൊത്തം പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു 12-1 മണിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി ഇവിടെ പോകണ്ടതിന് നമ്മളെ കുറ്റ്യാടി ഭാഗത്തേക്ക്. അപ്പോൾ ആ വണ്ടിക്കുള്ള സാധനം കയറ്റി ഓല ആദ്യം വിട്ട്. അപ്പോൾ അതിൽ 3 ആൾക്കാർ പോയി. പിന്നെ നമ്മളെ വണ്ടിക്ക് കയറ്റാൻ ചെക്കന്മാർ കുറഞ്ഞ് അങ്ങനെ ആക്കം പോലെ ഇങ്ങനെ കയറ്റിയപ്പോൾ തന്നെ കഴിക്ക് കളിയും കാണും. കയറ്റിയപ്പോൾ തന്നെ 4 മണിയായി അവിടുന്ന് ഇറങ്ങാൻ. 4 മണിക്ക് പോകുന്നത് നാട്ടിലേക്ക് എത്തുന്നത് ഒരു 4:45-5 മണി സുബയാൻ കൊടുത്തത് സാധനം ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഗോഡൗണിക്ക് എത്തിയപ്പോൾ. അങ്ങനെ മെല്ലെ ഇങ്ങനെ പോകുന്നത് നമ്മൾ. കുറേ വർത്തമാനം പറഞ്ഞ് 4 ഉറങ്ങിയില്ല ആരും. അങ്ങനെതാ ഇപ്പം നമ്മൾ മുക്കത്ത് കടത്തി. മുക്കത്ത് ഇനി നേരെ അരീക്കോടുക്ക്. ഉറക്കൊന്നുണ്ടല്ലോ, 4:45 ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഉറക്കത്തിൻ്റെ അങ്ങേറ്റം എത്തിയാണ്. നല്ല ഉറക്കമാണ്. പക്ഷെ നമുക്ക് സാധനം ഇറക്കി കഴിഞ്ഞ് പെരെ എത്തിയിട്ട് ഉറങ്ങാൻ കഴിയുള്ളൂ. നമ്മളങ്ങനെ ഇതാണ് ഡ്രൈവർമാരുടെ അവസ്ഥ. ഉറക്കമുണ്ടാവില്ല, ഉറക്ക് കമ്മിയായി കാരണം. പക്ഷെ ഉറക്കം വന്നാൽ സൈഡാക്കാനുണ്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉറക്ക് വന്നാൽ
സൈഡാക്കി കടന്നുറങ്ങണം. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഒന്ന് കണ്ണു മാളിയാൽ തന്നെ റെഡിയാവും. നമ്മളിപ്പോൾ എത്തും വിചാരിച്ച് അങ്ങനെ പോകുമ്പോഴേക്കാണ് അപകടം ഉണ്ടാവുക. അധികം അപകടം ഉണ്ടാവില്ല റിട്ടേൺ വണ്ടിയാണ്. നമ്മൾ സാധനം ഇറക്കി വരുമ്പോഴല്ലേ അപകടം ഉണ്ടാവുള്ളൂ. 90% അങ്ങനെയാണ്. കാലിയൊക്കെ അടിച്ച് പോകുന്നവരാണെങ്കിൽ നാട്ടിൽ എത്താൻ വേണ്ടി സ്പീഡ് വിടും. അത് നല്ല അപകടം ഉണ്ടാവും. എപ്പോഴും പറയണം, ഉറക്ക് വന്നാൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങുക. ഒരു 10-20 മിനിറ്റ് അല്ല 1 മണിക്കൂറൊക്കെ ഉറങ്ങുക, സൈഡാക്കുക, ഉറങ്ങുക, എന്നിട്ട് വണ്ടി എടുത്ത് പോവുക. നമ്മൾ കറുത്തറമ്പ് ഞാൻ നേരെ ഇങ്ങനെ പോയ നെല്ലിക്കറമ്പ് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ ബ്രസീലിൻ്റെ ഫ്ലെക്സ് കണ്ട്. ഒന്ന് തോറ്റ് നോർവേനോട്. ഹാളണ്ട് 2 അടിച്ചു. അപ്പുറത്ത് അർജൻറ്റീന. ബ്രസീലായിട്ട് പുറം പോയി. അങ്ങനെ കളി കാണുന്നവർ മൊത്തം അർജൻറ്റീന ഫാൻസേനി. ഒരു വമ്പൻ ചാടി. നമ്മളങ്ങനെ ലോഡറൊക്കെയുടെ സ്ഥലത്തേക്ക് പോയോണ്ട് തന്നെയാണ്. ഇപ്പം ഇനി കുറച്ചുകൂടിയും പോകണ്ട. അരീക്കോട് എത്തിയിട്ട് അരീക്കോട് നിന്ന് പോകാണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ ചങ്ങായി ഇനിയിപ്പോൾ രാത്രി മൊത്തം പണിയെടുത്ത് കഴിഞ്ഞ് ട്രെയിൻ കയറി എറണാകുളത്ത് പോകാൻ അവിടെ ക്ലാസ്സിലാണ് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഇടേണ്ടി വരും. ഇട്ടാൽ പിന്നെ ഇവിടുന്ന് ആകെ 5 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ദൂരം. ഇട്ടാൽ മുതലാവില്ല നമുക്ക്. പക്ഷേ നമ്മളെല്ലാം സാധനം നേരെ നമുക്ക് പറ്റൂല. അങ്ങനെ മഴ പെയ്താൽ നമ്മൾ ഇടുക തന്നെ വേണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി. കുറച്ച് നേരം നിന്നപ്പോൾ മഴ പോയി. അതിൽ കൊടുത്തു പോകുന്ന ആ ഗ്യാപ്പിൽ നല്ല സ്പീഡിലോട് പോകുന്നു. കാരണം ഇട്ടാൽ നമുക്ക് മുതലാവില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ കുറ്റൂളിയൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. കുറ്റൂളി എത്തി. നമ്മൾ മഴ ഇങ്ങനെ പാറ്റുണ്ട്. പക്ഷേ നമ്മൾ ഈ കുറ്റൂളി എത്തി ഈ മഴ തുടങ്ങിയപ്പോഴാണ് നമ്മളൊന്ന് കൊടുത്ത് വിടൽ തുടങ്ങി, സ്പീഡ് വിടൽ തുടങ്ങി. കാരണം എങ്ങനെയെങ്കിലും മഴ വീണതിൻ്റെ മുമ്പ് ഇവിടെ എത്തി കിട്ടിയാൽ അവിടെ ഇറക്കി വെച്ചാൽ സുഖിയേനി. നമുക്ക് വേഗം പെരെ പോയി കടന്നവർക്കും ചെയ്യാം. ഓൽക്കും സുഖമാണ്, അമ്മക്കും സുഖമാണ്. മഴ പെയ്താൽ അമ്മക്കും ഇടങ്ങാറാണ്, ഓൽക്കും ഇടങ്ങാറാണ്. ഓലും തറപ്പായിട്ട് കിട്ടിയിട്ടും കൂട്ടിയിട്ടൊക്കെ ചെയ്യും. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇട്ടുണ്ടാക്കേണ്ട ഒരു ചടങ്ങാണ്. മഴ ഉണ്ടെങ്കിൽ പെയ്തായിട്ടൊന്നുമല്ലാതെ ഈ പാറ്റൊന്നും ഇട്ടാൽ ഒക്കൂല, മുതലാവില്ല നമുക്ക്. അങ്ങനെ നമ്മളിപ്പോൾ പത്തനാപുരം തേക്കുംചോട് പമ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. നമ്മളെ വണ്ടിയിൽ ഏക്കന്മാർ ഫുള്ള് ഉറക്കാം, നല്ല ഉറക്കം. ഓല് മുക്കെത്തുന്നതിന് മുന്നേ നമ്മളെ ഇവിടുന്ന് ഉറങ്ങിയണ പോലെ. ഇവിടുന്ന് അറിയോ, നമ്മളെ മണാശ്ശേരി ആ ഭാഗത്തുനിന്ന് ഉറങ്ങിയണ പോലെ നല്ല ഉറക്കം ഉറങ്ങിയാണ്. ഞാൻ പിന്നെ വിളിച്ചാനും പോയില്ല, മെല്ലെ ശ്രദ്ധിച്ച് പോകുന്നു. മഴ ആയപ്പോൾ ഒന്ന് കൊടുത്തു പോകുന്നല്ലാതെ ഓരോ ബുദ്ധിമുട്ടാക്കിയില്ല. കാരണം ഓല് പണിയെടുത്ത് വൈകിക്കന്മാരല്ലോ, ഓരോ ഉറങ്ങിക്കോട്ടെ വിചാരിച്ച്. നമ്മളെ പണി ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ഉറങ്ങാതെ അങ്ങ് പോകുകയും ചെയ്ത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗോഡൗണിലെടുത്ത് ഈ ലോഡൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെക്കന്മാർ. ഇവിടെ എത്തിയപ്പോൾ 5 മണി 5:10 ആയിണ് രാവിലെ പൊലച്ചക്ക്. അങ്ങനെ ഞാൻ നിസ്കരിച്ചൊക്കെ വന്ന് കഴിഞ്ഞ് കുറേ സാധനമൊക്കെ ഇറക്കി. അങ്ങനെ ഇപ്പം നമ്മൾ പത്തനാപുരം എത്തി. അങ്ങനെ പോവാ, വണ്ടി നിർത്താൻ അരീക്കോടേക്ക് നല്ല പോകണവർക്ക്. നല്ല ഉറക്കമുണ്ടായിരുന്നു, നല്ല ഉറക്കമുണ്ട്. ഒരു പൊട്ടി ഉറങ്ങിയില്ല. ഉറങ്ങാൻ വെച്ചിരിക്കുമ്പോൾ ബ്രസീലിൻ്റെ കളി തുടങ്ങി. അപ്പോൾ 1:30 കളിയുണ്ട്. സാധനം കയറ്റി കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ 4 മണിയായി. ഉറങ്ങിയില്ല. നേരെ ഇവിടെ നിന്ന് സാധനം ഇറക്കി ഇപ്പോൾ നിങ്ങൾ പോവാം. ഇതാണിപ്പോൾ നമ്മൾ ഡ്രൈവർമാരുടെ അവസ്ഥ. ഉറക്കമുണ്ടാവില്ല.
എന്നാൽ ഉറക്കം വരുമ്പം സൈഡാക്കി ഉറങ്ങും വേണം. പക്ഷേ നമ്മൾ എത്താനായി, നമ്മളെ ഇവിടെ തന്നെ നിർത്താനായി. അങ്ങനെതാ അരീക്കോടെത്തി. അങ്ങനെ പോവാണ്, നല്ല പോവാണ്. ചായ അടിക്കട്ടെ ഹോട്ടലിൽ കയറിയിട്ട്. നല്ല പൈസ, നല്ല രാത്രി തിന്നതാണ്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ വണ്ടി നിർത്താൻ ഒന്ന് പെരേക്കറ്റ പോകേണ്ട ആവശ്യം. അത് പോയിട്ട് സ്റ്റാൻഡിൽ കയറി ഒന്ന് വണ്ടി നിർത്തും. ഓക്കെ, ബൈ. അപ്പം വേറൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ. നമ്മൾ വണ്ടി ആൾട്ടാക്കി, ഇന്നത്തെ കഴിഞ്ഞു. ഇനി ഉറങ്ങണം.